ഹലോ ഗേസ് അസ്സലാമു അലൈക്കും. അപ്പോൾ എന്തൊക്കെ വർത്തമാനം, എല്ലാവർക്കും സുഖമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതാ ചെറിയൊരു കല്യാണ വീഡിയോ ആണ്. അപ്പോൾ ഞാൻ വിചാരിച്ച് എന്നും റിയാക്ഷൻ വീഡിയോയും കാര്യങ്ങളൊക്കെയാണ് ഇടയിൽ. അപ്പോൾ ഷോർട്ടായിട്ടൊക്കെ ഇടയിലുണ്ട് കേട്ടോ, അങ്ങനത്തെ റീൽസും കാര്യങ്ങളൊക്കെ കല്യാണ വീഡിയോസൊക്കെ ഷോർട്ടായിട്ട് ഇടയിലുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ച് ചെറുതായി ഒരു കല്യാണ വീഡിയോ ഇടാന്നുള്ളത്. അപ്പോൾ അതാ ഇതുണ്ടല്ലോ മൂത്തമ്മാൻ്റെ മോൻ്റെ കുട്ടീൻ്റെ കല്യാണമാണ് കേട്ടോ, ചെറിയ മോളത്. അപ്പോൾ ഒരു മൂന്ന് മക്കളാണ്, പെൺമക്കൾ. അപ്പോൾ രണ്ടാളത് ഇപ്പോൾ അടുത്ത് കഴിഞ്ഞിട്ടേ ഉള്ളൂ. അപ്പോൾ അതിന് മുമ്പില്ല കല്യാണ വീഡിയോ കുറേശ്ശെ ആയിട്ട് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു, മുഴുവനായിട്ടൊന്നും ഇട്ടിട്ടില്ല കേട്ടോ. നമ്മൾ റിയാക്ഷൻ വീഡിയോ ഒക്കെ ചെയ്യുമ്പോണ്ടല്ലോ അങ്ങനത്തെ വീഡിയോസൊന്നും ഒട്ടും റീച്ച് ഉണ്ടാവില്ല, അല്ലെങ്കിൽ തന്നെ റീച്ച് ഇല്ല കേട്ടോ. ഞാൻ ഷോർട്ട് മാത്രം അങ്ങനെ ഇട്ടിട്ട് ഇപ്പോൾ റീച്ച് വളരെ കുറവാണ് ലോങ് വീഡിയോക്കൊക്കെ. അപ്പോൾ ഞാൻ ഷോർട്ട് തന്നെ കൂടുതൽ ഇടൽ, അതാകുമ്പോൾ കുറച്ച് ഈസിയാണല്ലോ ഷോർട്ട് പെട്ടെന്ന് തന്നെ ഇടാം. അപ്പോൾ അത് വിചാരിച്ച് അങ്ങനെ ഷോർട്ട് മാത്രം ഇട്ടോ ഇടൽ. അപ്പോൾ റീച്ചൊന്നും ഇല്ല, എന്നാലും ഞാൻ വിചാരിച്ചത് എപ്പോഴേലൊക്കെ എടുത്ത് നോക്കാമല്ലോ. അപ്പോൾ ഒരു കല്യാണ വീഡിയോ ആക്കിയിടാന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ അതാ ഇതുണ്ടല്ലോ കല്യാണ തലേന്നത്തെ വീഡിയോ ആണ്. കുറച്ച് ഭാഗങ്ങൾ മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ. നമ്മൾ കുറച്ച് കുടുംബക്കാരും അയൽവാസികളും മാത്രം കൂടിയിട്ടുള്ള കല്യാണമാണ്. അതിൻ്റെ മുന്നിലെ മോളെ കല്യാണം അടിപൊളിയായിട്ട് വലിയ കല്യാണമൊക്കെ ആക്കി ഓഡിറ്റോറിയത്തിൽ ആണ് ഇട്ടുണ്ടായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് നമ്മൾ പുതിയണ്ണൊക്കെ ഡാൻസൊക്കെ കളിക്കാനായിട്ട് അടിപൊളി ഡാൻസ് കളിക്കും, പാട്ട് പാടുകയൊക്കെ ചെയ്തിട്ട് അവർ മൂത്തമ്മ അടുത്ത മക്കൾ നല്ല അടിപൊളി ഡാൻസൊക്കെ കളിക്കും. അപ്പോൾ അതാ ഞാൻ കൂടുതലായിട്ടും വോയിസ് ഒന്നും കൊടുക്കണില്ല കേട്ടോ, പാട്ടോ എന്തെങ്കിലുമൊക്കെ ഇട്ടേണ്ട അങ്ങനെ ഇടാമെന്ന് വിചാരിച്ചു. ഇതിൻ്റെ ഒറിജിനൽ പാട്ടൊക്കെ ഉണ്ട് കേട്ടോ. ഒറിജിനൽ പാട്ടൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ കോപ്പിറൈറ്റ് വരും. അപ്പോൾ നമ്മൾ കൂടുതലായിട്ട് ഇട്ടിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് ഇത് വേറെ പാട്ട് എന്തെങ്കിലും ആഡ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടോ. നമ്മൾ പാട്ട് മ്യൂസിക്കൊക്കെ ആഡ് ചെയ്യുമ്പോൾ കോപ്പിറൈറ്റ് ഇല്ലാത്തത് ആഡ് ചെയ്യണം, എന്നെങ്കിലും കാര്യമുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ ഒറിജിനലാക്കി അങ്ങനെ തന്നെ ഇട്ടാൽ മതിയല്ലോ. അപ്പോൾ അത് പറ്റില്ല. അപ്പോൾ അതാ ബാക്കിയൊന്ന് കണ്ടോക്കി. അതാ തലേന്നത്തെ കല്യാണമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ പിറ്റേ ദിവസം രാവിലെ കല്യാണത്തിന് പോവുകയാണ് കേട്ടോ. ഒരു 11 മണി 11:30 ആകുമ്പോൾ ഉള്ളിലാണ് നിൽക്കാറ്. അപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ചെന്നപ്പോൾ എല്ലാവരും എത്തണേ ഉള്ളൂ കേട്ടോ. ഞങ്ങൾ കുറച്ച് നേരത്തെ എത്തി. പിന്നെ അതാ പുതിയണ്ണനെയൊക്കെ കൊണ്ടുവരികയാണ്. അപ്പോൾ അവർ വരുന്നുണ്ട് ഇതാണ് കേട്ടോ. അപ്പോൾ പുതിയണ്ണനെയൊക്കെ കൊണ്ടുവരണതാണ് കേട്ടോ ഇത്. അപ്പോൾ തേട്ടക്കാരൊക്കെ വന്നിട്ടുണ്ട്, പുതിയപ്പളേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു സ്വീകരിക്കണവും കാര്യങ്ങളും ഭക്ഷണമൊക്കെയാണ്, നല്ല അടിപൊളി ബിരിയാണിയും കാര്യങ്ങളൊക്കെയാണ്, സൂപ്പർ ഭക്ഷണം കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ അതാ പുതിയപ്പളേക്ക് വന്നിട്ടുണ്ട്. ബാക്കിയൊന്ന് കണ്ടിട്ട്
അപ്പോൾ അതാ പുതിയാപ്പിളയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അതിൽ ഭക്ഷണം കാര്യങ്ങളൊക്കെ കഴിക്കൽ കഴിഞ്ഞിട്ടാണ് മറുകെട്ടലും കാര്യങ്ങളൊക്കെ കേട്ടോ. അപ്പോൾ അതിമോനൊക്കെ ഉണ്ടല്ലോ സ്റ്റേജിന്മേൽ കയറിയിട്ട് ഭയങ്കര ഡാൻസാണ് കേട്ടോ. അവന് സ്റ്റേജ് എന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടമാണ്. ഡാൻസും പാട്ടും ഒക്കെ പാടും കേട്ടോ. പാട്ടൊക്കെ പാടലുണ്ട് അടിപൊളിയായിട്ട് തന്നെ. മൈക്കൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാ അവർ നല്ല കളിയിലാണ്. പിന്നെ എല്ലാവരും ഭക്ഷണം കഴിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ പുതിയാപ്പിള ആദ്യം വന്നിട്ടുണ്ടായിരുന്നു നിക്കാഹിന് വേണ്ടിയിട്ട്. പിന്നെയാണ് കേട്ടോ പിന്നെ ഒപ്പല്ലോലൊക്കെ വന്നിട്ടുണ്ടായിരുന്നത്. അവർ വന്നതിന് ശേഷമാണ് പിന്നെ മറുകെട്ടലും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് രണ്ടാമതൊരുക്കി പുതിയനെയൊക്കെ കൊണ്ടുവരണം കേട്ടോ. അപ്പോൾ അതാ ബാക്കിയും കൂടെ ഒന്ന് കണ്ടോക്കി. ഒരു മഹർ കിട്ടുകയാണ്. ഒരു തേട്ടക്കാർ പിന്നെ പുതിയപ്പളിൻ്റെ വീട്ടുകാരൊക്കെ ഇപ്പം വന്നിട്ടുള്ളൂ കേട്ടോ. പുതിയപ്പൾ ആദ്യം വന്നത് എന്താണെന്ന് വെച്ചാൽ 11 മണിക്കൊക്കെ നിൽക്കാൻ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ വന്നതാണ് കേട്ടോ. പിന്നെ കുറേ കഴിഞ്ഞിട്ടാണ് അവർ ഉപ്പല്ലോലൊക്കെ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ മഹർ ഇട്ടാനൊക്കെ കുറച്ച് വൈകിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ അതാ സ്റ്റേജിൽ കയറി മഹർ ഇട്ടാണ്. ഉമ്മയും അതേമാതിരിക്ക് തന്നെ പിന്നെ പുതിയപ്പളിൻ്റെ പെങ്ങളൊക്കെയാണ് കേട്ടോ കൂടെ ഉള്ളത്. അപ്പോൾ അവർ മഹറും കാര്യങ്ങളൊക്കെ കിട്ടുകയാണ്. പിന്നെ കുറച്ച് വീഡിയോസ് ഫോട്ടോസ് ഫാമിലി ഫോട്ടോസ് അങ്ങനെയൊക്കെയാണ് ഉണ്ടാവുക. പിന്നെ അവർ വന്ന് പിന്നെ പുതിനിൻ്റെ കൊണ്ടുപോവുകയൊക്കെയാണ് ചെയ്യുന്നത്. പിന്നെ എന്താണെന്ന് വെച്ചാൽ പുതിൻ്റെ കൂടെ പോകുന്നത് രാത്രിയാണ് കേട്ടോ. രാത്രിയാണ് അവിടെ സൽക്കാരം. അപ്പോൾ എല്ലാവരും കൂടെ അങ്ങോട്ട് രാത്രിയാണ് പോകുന്നത്. പുതിയപ്പളിൻ്റെ ജ്യേഷ്ഠനെ വിളിക്കാൻ തോന്നുന്നുണ്ട് കേട്ടോ അത്. അപ്പോൾ അവരും കൂടെ എല്ലാവരും ആണല്ലോ അപ്പോൾ പിന്നെ മഹർ കിട്ടുമ്പോൾ. അപ്പോൾ അങ്ങനെ ഫാമിലി എല്ലാവരും വന്നതിന് ശേഷം മഹർ കിട്ടുന്നത്. അപ്പോൾ അതാ ബാക്കിയും കൂടെ കണ്ടോക്കി. പിന്നെ ഇതിൻ്റെ ബാക്കിയുള്ള വീഡിയോസ് ഞാൻ പിന്നെ കുറച്ച് ഉണ്ടാവുള്ളൂ കേട്ടോ. അത് ഞാൻ അടുത്തിൽ ആഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതാ ഇത്രയേ ഉള്ളൂ. പിന്നെ ഫോട്ടോസും കാര്യങ്ങളും പിന്നെ അങ്ങോട്ട് പോകുന്നതും അങ്ങനത്തെയൊക്കെയാണ് കേട്ടോ. അപ്പോൾ അതാ മഹറൊക്കെ കെട്ടിയതിന് ശേഷം അവർ പുതിയണ്ണിനെ കൊണ്ടുപോവാണ് ചെയ്യുന്നത് കേട്ടോ. പന്തിടെ ഹൂറുൻ നിസാവര പരിശാന